വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് ആയിരുന്നു. ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്നലെ വന്നു നിന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഒന്ന് ഈ ഒരു ലെവലാണ്. രണ്ടാമത്തെ ഈ ഒരു ലെവലിലേക്കാണ് വരാനുള്ള സാധ്യത. വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒരു FEG ഉണ്ട്. ആ FEGയിലേക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 65.773 ആൻഡ് 66.569. അടുത്തത് 67.804 ആൻഡ് 68.532. ഇത് രണ്ടാണ് സപ്പോർട്ട്. ഇനി റെസിസ്റ്റൻസിൽ 69.630, 70.439, അടുത്തത് 71.304, അടുത്തത് 72.155. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ മുകളിൽ നിന്നിട്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആ ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം മുകളിലോട്ടും താഴോട്ടേക്കും വന്നതിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ താഴോട്ടേക്കോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകുന്നത്. നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പോലും, ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പോലും മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിൽ മാത്രം വെക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ റെസിസ്റ്റൻസുകൾ കാണാം. ഇവിടെ റെസിസ്റ്റൻസ് കാണാം. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു FEG ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് എടുക്കുന്നത് എന്ന് പറയുന്ന അത്രയൊരു നല്ലൊരു ഇതായിട്ട് തോന്നുന്നില്ല. എടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും. അപ്പൊ അതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ, അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള അടുത്തൊരു നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. പിന്നെ ഒരു നല്ല സ്ട്രോങ്ങസ്റ്റ് 50 മിനിറ്റ്സിന്റെ എന്ന് പറയുന്നതും ഇവിടെ ഒരു ലെവലുണ്ട്. അതും നോട്ട് ചെയ്യുക. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ 1 അവറിന് മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കാം. അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. 50 മിനിറ്റ്സിന്റെ അവിടേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയും ദൂരം ഇന്ന് സഞ്ചരിക്കുമെന്ന് അറിയില്ല. എന്നിരുന്നാലും വരുന്ന സമയത്ത് അവിടേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുക. അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക.